ഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഭക്തിസാന്ദ്രമായ സന്ധ്യാവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ പതഞ്ജലി യോഗ ശിക്ഷണ സമിതി ഓൺലൈൻ മലയാളം വിഭാഗം എല്ലാ വ്യാഴാഴ്ചകൾ തോറും അവതരിപ്പിച്ചു വരുന്ന ശ്രീമദ് ഭഗവത്ഗീത അധ്യയനം ഇന്ന് 149 ദിവസമാണ്. അധ്യായം 16 ദൈവാസുര സമ്പദ് വിഭാഗ യോഗം. അതിലെ 13 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്നിവിടെ പഠന വിധേയമാക്കുന്നത്. ഇന്നത്തെ അധ്യയനത്തിൽ പങ്കെടുക്കുന്നത് ആരെല്ലാം നോക്കാം. ഞാൻ വത്സലാക്ക, ആങ്കറിംഗ്. ഇന്നിവിടെ ധ്യാന ശ്ലോകം ചൊല്ലുന്നത് മൃദുലാക്കയാണ്. കഴിഞ്ഞ ആഴ്ചത്തെ പാഠ്യഭാഗങ്ങൾ റിവിഷൻ നടത്തുന്നത് 7 മുതൽ 9 വരെ ശ്ലോകങ്ങൾ പ്രേമലതാക്ക, 10 മുതൽ 12 വരെ ശ്ലോകങ്ങൾ നിഷ അക്ക, ശേഷം 13 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങൾ ചാൻഡിങ് ഗൈഡൻസ് നൽകുന്നത് നമ്മുടെ ഇന്ദിരാദേവി അക്കയാണ്. 13 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങൾ ചാൻഡിങ് റെപ്പിറ്റേഷൻ ചെയ്യുന്നത് തിലകം അക്കയാണ്. ഈ ശ്ലോകങ്ങൾ വിശദീകരണം നടത്തുന്നത് നമ്മുടെ ഗംഗാ രാജേന്ദ്രൻ അക്കയാണ്. 16 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളുടെ ചാൻഡിങ് റെപ്പിറ്റേഷൻ ദേവകി അക്ക. ഈ ശ്ലോകങ്ങളുടെ വിശദീകരണം നടത്തുന്നത് ജയരാജ് അണ്ണനാണ്. ബേക്കപ്പായി പതിവ് പോലെ നമ്മുടെ രമാക്കയും സരോജിനി അക്കയും ഉണ്ട്. ഭക്തി നിർഭരമായ ഈ മണ്ഡലകാല സന്ധ്യാവേളയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. പഠിതാക്കളായ എല്ലാ യോഗബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും സ്വാഗതം. ആദ്യമായി ധ്യാന ശ്ലോകം ചൊല്ലുന്നതിന് മൃദുലക്കയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹരിയോ മൃദുലക്ക. ഹരിയോ. ഓം ശ്രീ പരമാത്മനേ നമഃ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായത പത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയപ്രദീപഃ. പ്രപന്നപാരിജാതായ തോത്രവൈത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സസുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജല ഗാന്ധാര നീലോപല ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുല. അശ്വത്ഥാമ വികർണഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണ ഖലു പാണ്ഡവൈരണനദി കൈവർത്തക കേശവഃ. പാരാശര്യവജഃ സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷഡ്പദൈരഹരഃ പേബീയമാനം മുദ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈർ വേദൈ സാംഗപദക്രമോപനിഷदैर्गायन्ति യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ
പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണ ദേവായ തസ്മൈ നമഃ. ഹരി ഓം ഇന്ദിരാക്ക. ഹരി ഓം. റിവിഷൻ ആണക്ക, റിവിഷൻ ചാൻഡിങ്. ഹരി ഓം അക്ക. പ്രവൃത്തിം ച നിവൃത്തിം ച ജനാന വിദുരോസുരാഃ ന ശൗചം നാപി ചാചാരോ ന സത്യം തേഷു വിദ്യതേ അസത്യമപ്രതിഷ്ഠം തേ ജഗദാഹുരനീശ്വരം അപരസ്പര സംഭൂതം കിമന്വത്കാമപൈഹൈതുകം ഏതാം ദൃഷ്ടിമവഷ്ടഭ്യ നഷ്ടാത്മാനോൽപബുദ്ധയഃ പ്രഭവന്ത്യുഗ്രകർമാണഃ ക്ഷയായ ജഗതോ ഹിതാഃ. കാമമാശ്രിത്യ ദുഷ്പൂരം ദമ്പമാനമതാൻവിതാഃ മോഹാത് ഗൃഹീത്വാ സദ്ഗ്രാഹാൻ പ്രവർത്തന്തെ ശുചിവ്രതാഃ ചിന്താമപരിമേയാം ച പ്രളയാന്താമുപാശ്രിതാഃ കാമോപഭോഗപരമാ ഏധാവദിതി നിശ്ചിതാഃ ആശാപാശശതൈർബദ്ധാ കാമക്രോധപരായണാഃ ഈഹന്തെ കാമഭോഗാർത്ഥം അന്യായേനാർത്ഥസഞ്ചയാൻ. ഹരി ഓം. ഹരി ഓം. ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമഃ. അഥ ഷോഡശോധ്യായഃ ദൈവാസുരസമ്പദ്വിഭാഗയോഗഃ. ഹരി ഓം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 12ാം ശ്ലോകം വരെ പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ അടുത്തത് 13ാമത്തെ ശ്ലോകം മുതൽ 18ാമത്തെ ശ്ലോകം വരെയാണ് ഇന്ന് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് 13ാമത്തെ ശ്ലോകം നോക്കാം. ശ്രീ ഭഗവാനുവാച ഇദമദ്യ മയാ ലബ്ധം. ശ്രീ ഭഗവാനുവാച ഇദമദ്യ മയാ ലബ്ധം ഇമം പ്രാപ്സ്യേ മനോരഥം. ഇമം പ്രാപ്സ്യേ മനോരഥം ഇദമസ്തേദമഭി മേ. ഇദമസ്തേദമഭി മേ ഭവിഷ്യതി പുനർധനം. ഭവിഷ്യതി പുനർധനം ഇദമദ്യ മയാ ലബ്ധം ഇമം പ്രാപ്യേ മനോരഥം. ഇദമദ്യ മയാ ലബ്ധം ഇമം പ്രാപ്സ്യേ മനോരഥം ഇദമസ്തേദമഭി മേ ഭവിഷ്യതി പുനർധനം. ഇദമസ്തേദമഭി മേ ഭവിഷ്യതി പുനർധനം ഇദമദ്യ മയാ ലബ്ധം ഇമം പ്രാപ്സ്യേ മനോരഥം. ഇദമസ്തേദമഭി മേ ഭവിഷ്യതി പുനർധനം. ഇദമദ്യ മയാ ലബ്ധം ഇമം പ്രാപ്സ്യേ മനോരഥം ഇദമസ്തേദമഭി മേ ഭവിഷ്യതി പുനർധനം. അടുത്തായി 14. അസൗ മയാ ഹതഃ ശത്രുഃ. അസൗ മയാ ഹതഃ ശത്രുഃ ഹനിഷ്യേ ചാപരാനപി. അനിഷ്യേ ചാപരാനപി ഈശ്വരോഹമഹം ഭോഗി. ഈശ്വരോഹമഹം ഭോഗി സിദ്ധോഹം ബലവാൻ സുഖി. സിദ്ധോഹം ബലവാൻ സുഖി. അസൗ മയാ ഹതഃ ശത്രുഃ ഹനിഷ്യേ ചാപരാനപി.
असौ मया हतः शत्रुः अनिष्ये चापरानपि ഈശ്വരോഹമഹം ഭോഗി സിദ്ധോഹം ബലവാൻ സുഖി. ईश्वरोऽहमहं भोगी सिद्धोऽहं बलवान् सुखी അസൗ മയാ ഹതഃ ശത്രുഃ ഹനിഷ്യേ ചാപരാനപി. ഈശ്വരോഹമഹം ഭോഗി സിദ്ധോഹം ബലവാൻ സുഖി. असौ मया हतः शत्रुः अनिष्ये चापरानपि ईश्वरोऽहमहं भोगी सिद्धोऽहं बलवान् सुखी. 15ാമത്തെ ശ്ലോകം നോക്കാം. ആഢ്യോ ഭിജനവാനസ്മി आढ्यो विजनवानस्मि പുണ്യോസ്തി സദൃശോ മയാ. कोऽन्योऽस्ति सदृशो मया യക്ഷ്യേ ദാസ്യാമി മോദിഷ്യേ. यक्ष्ये दास्यामि मोदिष्ये ഇത്യജ്ഞാനവിമോഹിതാഃ. इत्यज्ञानविमोहिता. ആഢ്യോ ഭിജനവാനസ്മി കോന്യോസ്തി സദൃശോ മയാ. आढ्योऽभिमनवानस्मि कोऽन्योऽस्ति सदृशो मया യക്ഷ്യേ ദാസ്യാമി മോദിഷ്യേ ഇത്യജ്ഞാനവിമോഹിതാഃ. यक्ष्ये दास्यामि मोदिष्ये इत्यज्ञानविमोहिताः. ആഢ്യോ ഭിജനവാനസ്മി കോന്യോസ്തി സദൃശോ മയാ. യക്ഷ്യേ ദാസ്യാമി മോദിഷ്യേ ഇത്യജ്ഞാനവിമോഹിതാഃ. आढ्योऽभिजानवानस्मि कोऽन्योऽस्ति सदृशो मया यक्ष्ये दास्यामि मोदिष्ये इत्यज्ञानविमोहिताः. हरि ओम्. ഹരി ഓം. നമ്മള് 13, 14 എന്തോ പറഞ്ഞോ? പറഞ്ഞോളൂ അക്ക, ഒന്നും പറഞ്ഞില്ല. ഹരി ഓം. നമ്മള് ഈ 16-ാം അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗ യോഗം നമ്മൾ ആദ്യം കുറച്ച് നമ്മള് എന്താണ് ഭഗവാന്റെ ദൈവികമായ സമ്പത്തുള്ളവരെ, ദൈവികമായ കാര്യങ്ങൾ ചെയ്യുന്നവരെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇങ്ങോട്ട് ആസുരിക സമ്പത്തുള്ളവരെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 12-ാം ശ്ലോകത്തിലും അത് തന്നെയാണ് പറഞ്ഞത്. 13-ാമത്തെ ശ്ലോകം ഇതമദ്യമയാ ലബ്ധം ഇമം പ്രാപ്സ്യേ മനോരഥം ഇതമസ്തീതമപി മേ ഭവിഷ്യതി പുനഃധനം എന്ന് ഭഗവാൻ പറയാണ്. അപ്പൊ ആസുരിക സമ്പത്തുള്ളവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചിന്തകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ 13-ാമത്തെ ശ്ലോകത്തില് പറയണത്. അദ്യ ഇന്ന്, മയ എന്നാൽ ഇതം ലബ്ധം ഇന്ന് എന്നെ കൊണ്ട് ഇത്രയൊക്കെ സമ്പാദിക്കപ്പെട്ടു. ഇതം മനോരഥം ഇന്നത്തെ എന്റെ ആഗ്രഹങ്ങളൊക്കെ പ്രാപ്സ്യേ ഞാൻ നേടിയിരിക്കും. എന്റെ പവർ, എന്റെ സ്ഥിതിക്കനുസരിച്ച് എനിക്ക് വേണ്ടതൊക്കെ ഞാൻ നേടിയെടുക്കും. ഇതം ധനം അസ്തി ഇപ്പൊ എനിക്ക് ഇത്രയും ധനുണ്ട്. പുനഃമേ ഇനിയും ഞാൻ അധ്വാനിക്കുകയാണെങ്കിൽ ഇനിയും എനിക്ക് ഇതമപി ധനം ഇന്ന രീതിയിലൊക്കെ എനിക്ക് ഭാവിയിലെ സമ്പത്തുകള് കൂട്ടാൻ ഭവിഷ്യതി അവ വന്നു ചേരും. ഞാൻ ഇനിയും ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി, അപ്പൊ എനിക്ക് എന്റെ ധനത്തിനെ കൂട്ടാൻ സാധിക്കും. അങ്ങനെയുള്ള കണക്കുകൂട്ടലുകളാണ് ഭഗവാൻ ഇവിടെ ആസുരിക സമ്പത്തുള്ള ആൾക്കാരുടെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഭഗവാനെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോലും ഇവിടെ സമയമില്ല. എത്ര ധനം ലഭിച്ചു, അത് എവിടെയൊക്കെയാ ഇൻവെസ്റ്റ് ചെയ്തത്, എന്നിട്ട് അതിനെ എങ്ങനെയാ പലിശ അടക്കം എത്ര കിട്ടും, ഇങ്ങനെയൊക്കെയുള്ള ഗവേഷണമാണ് ഇവര് നടത്തുക. എന്നിട്ടോ
പണം ഉണ്ടാക്കുക മാത്രല്ല, അത് സമ്പാദിച്ചു വെച്ച് എങ്ങനെ ഇനി വർദ്ധിപ്പിക്കാം, അങ്ങനെയൊക്കെയാണ് അവരുടെ ചിന്ത പോവുക. അത്തരക്കാരെ ആകർഷിക്കാൻ ഇപ്പൊ ബാങ്കുകളൊക്കെ ഉണ്ടല്ലോ, പലവിധ സ്കീമുകളൊക്കെ അവർ അവതരിപ്പിക്കും. അപ്പൊ അത് കണ്ട് മോഹിച്ച് ജനങ്ങൾ അതിന് പുറമേ പോകും. അങ്ങനെ ഈ ആൾക്കാരുടെ മനസ്സ് സമ്പാദിക്കുക, സേവ് ചെയ്യുക, അതിൽ നിന്ന് കൂടുതൽ എങ്ങനെ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് അവരുടെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. അപ്പം ലോകത്തിനൊന്നായിട്ട് ഭഗവാൻ എന്തുകൊണ്ട് ഗീത പഠിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ ജനങ്ങൾക്ക്, ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കുമായിട്ട് തന്നെയാണ് ഗീത എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്വഭാവക്കാരാണോ അവരിൽ ദൈവം ഉണ്ടാവില്ല. അവർക്ക് ദൈവത്തിനെ 10 കിട്ടുകിൽ 100 മതി എന്നും 100 സഹസ്രം മതി എന്നും പൂന്താനം നമ്പൂതിരി പറഞ്ഞത് വളരെ ശരിയാണെന്ന് നമുക്ക് ഈ ശ്ലോകം വായിക്കുമ്പോൾ മനസ്സിലാവും. അതായത് അത്രയും എന്താ പറയാ, ദൈവത്തിനോടല്ല ഇഷ്ടം, അടുപ്പം. ആരോടാ അടുപ്പം? ധനത്തിനോടാണ് അടുപ്പം. എങ്ങനെ ഇവരുടെ മനസ്സിലൊക്കെ അത് തന്നെയാണ്. ഈ പൈസ ഞാൻ ഇന്ന സ്ഥലത്ത് വെക്കും, അപ്പൊ എനിക്ക് അത്രയും ഇൻട്രസ്റ്റ് കിട്ടും, എന്നിട്ട് ഞാൻ അതിനെ ഇരട്ടിപ്പിക്കാൻ. അപ്പം ഇതിനിടയിൽ ഭഗവാനെ വിളിക്കാൻ എവിടെ നേരമുള്ളത്? അതാണ് ഭഗവാൻ പറയുന്നത് ആസ്തിക ചിന്ത, ആസുരീകമായ ചിന്താഗതി മനസ്സിൽ ഉറച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഭഗവാനെ കുടിയിരുത്താൻ അവർക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അസ്വസ്ഥമായ മനസ്സോടെ അവരിങ്ങനെ ജീവിതം തള്ളി നീക്കും. അവർക്ക് അതിനെ പറ്റുള്ളൂ. എന്താ വെച്ചാൽ അവരുടെ മനസ്സിൽ ഇമ്മാതിരി ചിന്തകളാണ് കടന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഭഗവാനെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ആസുരിക സമ്പത്തിനെ കുറിച്ചുള്ള വിവരണം 14ാമത്തെ ശ്ലോകത്തിലും അതന്നെയാണ് തുടർന്ന് പറയുന്നത്. അതായത് അസൗമയാഹത ശത്രു ഹനിഷ്യേ ജാപരനബി ഈശ്വരോഹമഹം ഭോഗി സിദ്ധോഹം ബലവാൻ സുഖി. എന്താ പറയണത്? ബലവാനായ അല്ലെങ്കിൽ അധികാരത്തിന്റെ സഹായമുള്ള ഒരാള് സ്വയം അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യും പോലെയാണ് ഭഗവാൻ ഇവിടെ വിവരണം തരുന്നത്. എന്താ പറയണത്? അസൗ ശത്രുഹു, എന്റെ ഈ പ്രബലനായ ശത്രു മായാഹതഹ, എന്നാൽ വധിക്കപ്പെട്ടു. ഇനിയും കുറച്ചു പേരുണ്ട് എനിക്കെതിരെ നിൽക്കുന്നവർ. അപരാനപി, അവരെയും ഹനിഷ്യേജ, അടുത്ത ഭാവിയിൽ ഞാൻ അവരെ ഇല്ലാതാക്കും. കാരണം അഹം ഈശ്വരഃ, ഞാൻ തന്നെയാണ് ഈശ്വരൻ, എല്ലാം നിയന്ത്രിക്കുന്ന. ഞാനൊരു കാര്യം വിചാരിച്ച് അത് നടത്തിയിരിക്കും. അഹം ഭോഗി, ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ബലം ഉപയോഗിച്ചിട്ട്, പണം ഉപയോഗിച്ചിട്ട്, അധികാരങ്ങളിലുള്ള പിടിപാടുകൾ ഉപയോഗിച്ചിട്ട് ഞാൻ എനിക്ക് തോന്നുന്നതൊക്കെ ചെയ്യും. എന്നിട്ട് എല്ലാ കേസിൽ നിന്നും ഞാൻ രക്ഷപ്പെടും. ഞാൻ ഇങ്ങനെ ലോകത്ത് എന്തൊക്കെ തെറ്റുകൾ ചെയ്യുകയാണെങ്കിലും ഞാൻ സുഖമായി ജീവിക്കും. അഹം സിദ്ധഃ, ഞാൻ എല്ലാം നേടിയവനാണ്. ഈ ലോകത്ത് പണം കൊണ്ടും അധികാരം കൊണ്ടും എന്തൊക്കെ നേടാൻ ഒരാൾക്ക് സാധിക്കുമോ അതൊക്കെ ഞാൻ നേടിയിട്ടുണ്ട്, ഇനി നേടും ചെയ്യും. അപ്പൊ മനുഷ്യന്റെ അഹങ്കാരം, കലിയുഗത്തിൽ മനുഷ്യന്റെ അഹങ്കാരം എത്രത്തോളം ഉണ്ട് എന്ന് മനുഷ്യർ ഓർക്കാൻ, ഓരോരുത്തരും ഓർക്കാൻ ഗീത ഈ അധ്യായം കുറെ പ്രാവശ്യം വായിക്കണം എന്ന് തോന്നിപ്പോയി. ഈ 2-3 ശ്ലോകങ്ങള് ഒന്ന് ചിന്തനം ചെയ്ത സമയത്ത് അഹം ബലവാൻ സുഖി എന്ന് പറയാണ്. ഞാൻ ബലവാനാണ്. അതുകൊണ്ട് എന്താ, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എനിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ബലവാനായ ഒരു സുഖസമ്പന്നനാണ് ഞാൻ. അധികാരത്തിന്റെയും പണത്തിന്റെയും ഒരു ഡമ്പുള്ള ആൾക്കാർക്ക് ഈ ലോകത്ത് എന്തും സാധ്യമാണ്, അല്ലെ? അവരെ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അധികാരമുണ്ട്, പണമുണ്ട്, പിന്നെ എന്ത് ചെയ്യാനാ? ഒരു പക്ഷെ അവരുടെ ഈ വിചാരത്തെ കൂട്ടിക്കൊടുക്കാന്നുള്ള രീതിയിൽ ആദ്യകാലത്തൊക്കെ എന്താ ചെയ്യാ, അവര് വിചാരിക്കുന്ന പോലെ തന്നെയാണ് കാര്യം നടക്കുക. അപ്പൊ നമ്മൾ പറയില്ലേ, എന്താണ്, തന്നെ ദൈവം വളർത്തും എന്ന് പറയില്ലേ? അതന്നെ ഭഗവാന്റെ തന്നെ ഒരു ലീലയാണ്. അവരിങ്ങനെ
പുരാണ കഥകളിലൊക്കെ കേട്ടില്ലേ, ഈ അസുരന്മാരൊക്കെ പോയിട്ട് തപസ് ചെയ്യും, എന്നിട്ട് അവര് നേടാവുന്ന വരങ്ങളൊക്കെ നേടും. എന്നിട്ട് എന്തിനാ അവരെന്തിനാ അങ്ങനെ നേടുന്നത്? അതും കൂടെ ആവണ സമയത്ത് അവര് വിചാരിക്കും ഈ ലോകത്തിന് അവരെ ജയിക്കാൻ വധിക്കാൻ ആർക്കും സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു അഹങ്കാരം ഒന്നും കൂടെ കൂടും അസുരന്മാരുടെ, അല്ലെ? അപ്പൊ അങ്ങനെ വർദ്ധിപ്പിച്ചിട്ട് എന്താവും? അവസാനം ഭഗവാൻ അവര് പോലും വിചാരിക്കാത്ത രീതിയിൽ അവർക്കൊരു അവസാനം ഉണ്ടാക്കി കൊടുക്കും ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുന്ന വരെ ഈ ആൾക്കാര് ഒരു മൂഢസ്വർഗത്തിലായിരിക്കും. അവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, എന്റെ വഴി മോശമാണ്, ഞാൻ ഇതിന്ന് തിരിഞ്ഞ് ഭഗവാനിലേക്ക് പോണം. ഇതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമേ അല്ല. അവർക്ക് അങ്ങനെ ചിന്തിക്കാനേ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ ആൾക്കാരുണ്ടാവുക. അപ്പം ആ ഒരു ഗർവോടെ അവരുടെ പെരുമാറ്റത്തിലും ശരീരഭാഷയിലും ഒക്കെ നമുക്ക് കാണാം, ഓ ഞാൻ വലിയ ആള്, ഞാൻ ഭയങ്കര പൈസക്കാരൻ, എനിക്ക് ഇത്ര പരമാധികാരമുണ്ട്. ഇങ്ങനെ വിചാരിച്ച് ഹിരണ്യകശിപുവിനെ തന്നെ നമുക്കറിയാലേ, അസുരൻ അന്നത്തെ കാലത്ത്. ഇന്നത്തെ കാലത്ത് ഇത് സംഭവിക്കുന്നുണ്ട്. ധാരാളം ആൾക്കാര് ഈ അടിതെറ്റി വീഴാനുള്ള കാര്യം എന്താ? അഹങ്കാരം. ഒന്നും ഒരുത്തനും കൊടുക്കാനുള്ള മനസ്സില്ല. മനസ്സറിഞ്ഞൊരു 10 പൈസ ഒരാൾക്ക് കൊടുക്കില്ല, എല്ലാം കൂട്ടി വെക്കും. പോകുമ്പോ കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റില്ല. ആ ബോധം ഉണ്ടോ? ഇല്ല. എന്നാ ദൈവത്തെ വിളിക്കുവോ? ഇല്ല. അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു കൂട്ടം ആൾക്കാരോട് ഭഗവാൻ പറയാണ്, ഇതൊന്ന് ശ്രദ്ധിക്കൂ, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫലം വളരെ മോശമായിരിക്കും എന്ന്. അങ്ങനെ 15ാമത്തെ ശ്ലോകം നോക്കാം. ആഢ്യോപി ജനവാനസ്മി പുണ്യോസ്തി സദൃശോമയ യക്ഷിയെ ദാസ്യാമി മോദിഷ്യ ഇത് ജ്ഞാന വിമോഹിത. 15ാമത്തെ. അപ്പം ഭഗവാൻ 14ാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? ഈ ക്രിമിനൽ വാസനയുള്ളവരുടെ സ്വഭാവത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അവരെന്തും ചെയ്യും, അവർക്കൊരു കേസില്ല, അവർക്കൊരു പ്രശ്നമില്ല, അവർക്കൊന്നുമില്ല, എല്ലാ കോടതിയും എല്ലാം അവരെന്നെയാണ്. ഇനി അടുത്ത 15ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയണത്, ചിലവരുണ്ട് പണ്ട് 4 വർണ്ണാശ്രമങ്ങള്, അന്നത്തെ കാലത്ത് 4 വർണ്ണാശ്രമങ്ങള് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. അപ്പോ ഉന്നത കുലജാതനാണ്, അപ്പൊ അവര് ഭയങ്കര അഭിമാനാണ്. അവരുടെ ആ ഒരു ചിന്താഗതിനെ കുറിച്ചിട്ടാണ് ഈ 15ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയണത്. അപ്പൊ അവനവന്റെ കുലത്തില് അങ്ങനെ അഭിമാനിക്കുക, എന്നിട്ട് ഒരു അഭിമാന ബോധത്തില് എല്ലാവരും എനിക്ക് താഴെയാണ്, ആളുകൾ എനിക്ക് താഴെയാണ്, അങ്ങനെ ഒരു ചിന്താഗതി. ഞാൻ നല്ല കുലത്തിൽ ജനിച്ചതാണ്, ആഢ്യഹ അഭിജാനവാൻ അസ്തി എന്ന് പറഞ്ഞു. ഞാൻ ആഢ്യനാണ്, അതുകൊണ്ട് തന്നെ കുറേ പേരെങ്കിലും എന്നിൽ നിന്നൊരകലം സൂക്ഷിക്കണം. ഞാന് ഭയങ്കര വലിയ ഫാമിലിയിലാണ് എന്ന്. മയാ സദൃശഹ, എന്നോട് തുല്യനായിട്ട് അന്യഹ കഹ അസ്തി, വേറെ ആരുണ്ട് ഈ ലോകത്ത്? ഇനി ഞാൻ ഒരുപാട് ധനം ഉണ്ടാക്കും. എന്റെ ചിന്തയാണേ, പോണ വഴി നോക്കിക്കോളും. അതുകൊണ്ട് തന്നെ ഞാൻ യക്ഷിയെ പല യാഗങ്ങളും ചെയ്യും, എന്നിട്ടോ ഞാൻ സ്വർഗപ്രാപ്തി ലഭിക്കും. ഇങ്ങനെയൊക്കെ മാത്രമേ ഈശ്വരനെ അറിയാനും ഈശ്വര പ്രസാദം ലഭിക്കാനും ഒക്കെ സാധിക്കുള്ളൂ എന്നൊക്കെയാണ് ഇവരുടെ ചിന്ത. അപ്പോ ഞാൻ വലിയ ഉന്നത കുലജാതനാണ്, ഞാൻ കുറെ പൈസയൊക്കെ സമ്പാദിക്കും, ഞാൻ കുറെ യാഗങ്ങളൊക്കെ ചെയ്യും, എന്നിട്ട് ഈ യാഗങ്ങളുടെയൊക്കെ പൂർത്തീകരണത്തിന്റെ ഫലമായിട്ട് എനിക്ക് സ്വർഗം ലഭിക്കും. ഞാൻ പല യാഗങ്ങളും ചെയ്യും. ഇനി ദാസ്യാമി, എന്റെ ഔദാര്യത്തില് ഈ ലോകത്തിൽ ഒരുപാട് പേര് ജീവിക്കും. എന്നുവെച്ചാൽ എനിക്ക് കുറെ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ അതൊക്കെ ഇങ്ങനെ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ കുറച്ച് ഓരോരുത്തർക്ക് കൊടുക്കും. അപ്പൊ എന്റെ കീഴിലാണല്ലോ അവരൊക്കെ, ദാസ്യൻ, അവരങ്ങനെ ജീവിക്കും. അപ്പൊ ഞാൻ അവർക്ക് എന്റെ കുറച്ച് സാധനങ്ങളൊക്കെ ദാനം ചെയ്യും. പക്ഷെ എങ്ങനെ ദാനം ചെയ്യാ? ഞാൻ ചെയ്യുന്നു, ഞാൻ ദാനം ചെയ്യുന്നു എന്ന ഭാവത്തോടെയാണ് ദാനം ചെയ്യുക. ആ ദാനത്തിന് എന്തെങ്കിലും വിലയുണ്ടോ? ഞാനാണ് അവന് കൊടുക്കുന്നത്, ഞാൻ ഇത്ര അവന് കൊടുത്തു, എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടാണ് അവൻ ഇന്ന് ഊണ് കഴിച്ചത്. ഇങ്ങനെ ദാനം കൊടുത്തിട്ട് ഇപ്പൊ എന്താ കാര്യം?
പക്ഷെ അവൻ ആസുരി ഭാവമുള്ളവൻ അങ്ങനെ ചെയ്യും. ആ ഒരു വിധത്തിലെ അവന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുള്ളൂ. അപ്പൊ ഒരു പുണ്യവും ലഭിക്കില്ല. അങ്ങനെ ഞാൻ മോദിഷ്യ, എനിക്ക് സന്തോഷാവും. എന്താ വെച്ചാൽ ഞാൻ കൊടുത്തില്ലേ, ഞാൻ ഇന്നൊരാൾക്ക് പുതിയ വസ്ത്രം കൊടുത്തു, ഞാൻ ഒരാൾക്ക് ചോറുണ്ണാൻ പൈസ കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ ചോറ് വാങ്ങിക്കൊടുത്തു, അങ്ങനെ എനിക്ക് സന്തോഷായി. ഇങ്ങനെ മനസ്സിൽ ചിന്ത വളർത്തിയിട്ട് അജ്ഞാന വിമോഹിത, ഈ ശരീരം ഞാനാണെന്ന സത്യം എന്ന അജ്ഞാനത്തില്, അങ്ങനെ ഒരു ശരീരം ഞാനല്ലല്ലോ, ഞാൻ ഉള്ളിലിരിക്കുന്ന ആള് വേറെയാണല്ലോ. അപ്പൊ ആ അജ്ഞാനത്തിൽ മോഹിച്ചിട്ട് ഉള്ളിലെ അഹന്തയെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരും, അഹങ്കാരത്തിനെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരും. നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും കേട്ടോ ഈ കൂട്ടര്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പൊ എന്താ കാര്യം? അതൊക്കെ അങ്ങനെ കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കും. ഞാനത് ചെയ്തു, ഞാനിത് ചെയ്തു, ഞാൻ അവർക്ക് അങ്ങനെ ചെയ്തു കൊടുത്തു, എന്റെ കാരുണ്യം കൊണ്ടാണോ അത് നടന്നു പോയത്, ഇങ്ങനെ പറയും. അപ്പൊ ഒരു 10 ആളെ ഇങ്ങനെ അറിയിക്കണം, എന്നാലേ സമാധാനമാവുള്ളൂ. അപ്പൊ അതിന്റെ ഫലം എന്താ? ഒരു ഫലവും ഇല്ല. ഭഗവാൻ നമുക്ക് തന്നത് കൊടുക്കാൻ കൂടിയാണ്. ഭഗവാൻ നമുക്ക് തന്നു, നമ്മൾ കൊടുക്കണം, കൊടുക്കാതിരിക്കാൻ പാടില്ല. കൊടുക്കാതെ ജീവിക്കുന്ന തെറ്റാണ്. അപ്പം എപ്പോഴും പറയാറില്ലേ, സേവനത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തിനാ സേവ ചെയ്യുന്നത്? സേവ ചെയ്യുന്നത് നമ്മുടെ പാപം കളയാൻ വേണ്ടിയിട്ടാണ് സേവ ചെയ്യുന്നത്. നമ്മൾ ഒരാളെ സേവിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ പാപഭാരം കൂടിയാണ് കുറയ്ക്കുന്നത്. ആ എത്രയോ അവസരത്തില് ഭഗവാൻ നമുക്ക് തന്നെ ഓരോരോ അവസരങ്ങൾ തരും. ഈ എന്താ പറയാ, ചിലപ്പം പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണം കൊടുക്കാനായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം വയസ്സായ ഒരാൾക്ക് അല്ലെങ്കിൽ അംഗവൈകല്യമുള്ള ഒരാൾക്ക് ഒരു ഭക്ഷണം കൊടുക്കാനായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഭഗവാൻ തന്നെ നമ്മുടെ മുന്നിൽ എത്തിച്ചു തരും. അപ്പൊ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സറിഞ്ഞ് ഈശ്വരൻ എനിക്ക് തന്നൊരു അവസരമാണത് കേട്ടോ, ഞാൻ ഈ അവസരം നന്നായി ആരോടും പറയില്ല. നമ്മൾ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ, എനിക്ക് ഇത്രയും ചെറിയൊരു കാര്യം ചെയ്യാൻ ഭഗവാൻ അനുഗ്രഹിച്ചുല്ലോ, ഭഗവാനെ നന്ദി എന്നുള്ള ആ ഒരു ചിന്തയോടെ ഞാൻ ഒരാളെ സഹായിക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ ക്രെഡിറ്റിൽ ഒരുപാട് നിക്ഷേപങ്ങൾ തരും. അപ്പൊ ഇവിടെ എന്താ ഉണ്ടാവുന്നത്? കൊട്ടിഘോഷിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫലം, എന്റെ ഔദാര്യം, ഞാൻ എത്ര ഹെൽപ്ഫുൾ ആണ്, ഞാനൊരു ഈശ്വരനെ പോലെ പാവങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. നമുക്ക് ആലോചിച്ച് നോക്കൂ, പാവങ്ങള്, അങ്ങനെ പാവങ്ങളൊന്നുമില്ല. എല്ലാവരെയും ഭഗവാൻ കൊണ്ടുവന്നു. അവരുടെ കർമ്മഫലം അനുസരിച്ച് അവരുടെ കയ്യിൽ കൂടുതലോ കുറവോ ഉണ്ട്. കൂടുതലുള്ളവരോട് ഭഗവാൻ എന്താ പറഞ്ഞത്? ഒഴിഞ്ഞ പാത്രത്തിലേക്ക് കുറച്ച് നിറയ്ക്കൂന്ന്. അപ്പൊ അത് നിറയ്ക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം. അപ്പൊ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആൾക്കാര്, അതായത് അഹങ്കാരത്തോടെ ഡംബോടെ ജീവിച്ചു പോകുന്ന ആൾക്കാരുടെ ഭാവി എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് 15ാമത്തെ ശ്ലോകം ഭഗവാൻ നിർത്തുന്നത്. എന്നിട്ട് ഈ പറഞ്ഞ വിഭാഗത്തിലുള്ളവരെല്ലാവരും അവസാനം നരകത്തിൽ തന്നെ എത്തിച്ചേരും എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത 16ാമത്തെ ശ്ലോകത്തില് അതിന്റെ എക്സ്പ്ലനേഷൻ വീണ്ടും നമുക്ക് കേൾക്കാം. എനിക്ക് ഈ ഒരു അവസരം തന്നതിന് ഒരുപാട് നന്ദി. ഹരിയോം. ഹരിയോം. ഹരിയോം ഇന്ദിരാക്ക. ഹരിയോം. നമുക്കിനിയും 16ാമത്തെ ശ്ലോകം ഒന്ന് നോക്കാം. അനേക ചിത്ത വിഭ്രാന്താഃ മോഹജാല സമാവൃതാഃ പ്രസക്താഃ കാമഭോഗേഷു പതന്തി നരകേഷു ചൗ അനേക ചിത്ത വിഭ്രാന്താഃ മോഹജാല സമാവൃതാഃ പ്രസക്താഃ കാമഭോഗേഷു പതന്തി നരകേഷു ചൗ
പതന്തി നരകേഷു ജൗ അനേകചിത്തവിഭ്രാന്താഃ മോഹജാലസമാവൃതാഃ പ്രസക്താഃ കാമഭോഗേഷു പതന്തി നരകേഷു ജൗ അനേകചിത്തവിഭ്രാന്താഃ മോഹജാലസമാവൃതാഃ പ്രസക്താ കാമഭോഗേഷു പതന്തി നരകേഷു ജൗ. ഹരി ഓം. നമുക്കിനി 17-ാമത്തെ ശ്ലോകം നോക്കാം. ആത്മസംഭാവിതാസ്തബ്ധാഃ ആത്മസംഭാവിതാ ശബ്ദാഃ ധനമാനമദാന്വിതാഃ ധനമാനമദാന്വിതാഃ യജന്തെ നാമയജ്ഞൈസ്തേ യജന്തെ നാമയജ്ഞൈസ്തേ ദംഭേദാനവിധിപൂർവകം ദംഭേന വിധിപൂർവകം ആത്മസംഭാവിതാസ്തബ്ധാഃ ധനമാനമദാന്വിതാഃ ആത്മസംഭാവിതാ ശബ്ദാഃ ധനമാനമദാന്വിതാഃ യജന്തെ നാമയജ്ഞൈസ്തേ ദംഭേന വിധിപൂർവകം നാമയജ്ഞൈസ്തേ ദംഭേന വിധിപൂർവകം ആത്മസംഭാവിതാസ്തബ്ധാഃ ധനമാനമദാന്വിതാഃ യജന്തെ നാമയജ്ഞൈസ്തേ ദംഭേന വിധിപൂർവകം ആത്മസംഭാവിതാ ശബ്ദാഃ ധനമാനമദാന്വിതാഃ യജന്തെ നാമയജ്ഞൈസ്തേ ദംഭേന വിധിപൂർവകം. ഹരി ഓം. അടുത്തത് 18-ാമത്തെ ശ്ലോകം. അഹങ്കാരം ബലം ദർപ്പം അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഃ കാമം ക്രോധം ച സംശ്രിതാഃ മാമാത്മപരദേഹേഷു മാമാത്മപരദേഹേഷു പ്രദ്വിഷന്തോഭ്യസൂയകാഃ പ്രദ്വിഷന്തോഭ്യസൂയകാഃ അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഃ അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഃ മാമാത്മപരദേഹേഷു പ്രദ്വിഷന്തോഭ്യസൂയകാഃ മാമാത്മപരദേഹേഷു പ്രദ്വിഷന്തോഭ്യസൂയകാഃ അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഃ മാമാത്മപരദേഹേഷു പ്രദ്വിഷന്തോഭ്യസൂയകാഃ അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഃ മാമാത്മപരദേഹേഷു പ്രദ്വിഷന്തോഭ്യസൂയകാഃ. ഹരി ഓം ജയരാജണ്ണ. ഹരി ഓം. ഹരി ഓം. ഓം നമോ ഭഗവതി വാസുദേവായ. അപ്പൊ നമ്മള് ഇത് 16 മുതൽ 18, 16, 17, 18 ശ്ലോകങ്ങളിലാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത് 13 മുതൽ ഉള്ള ശ്ലോകങ്ങളുടെ അതേ തുടർച്ച തന്നെയാണ് ഈ വരുന്ന 3 ശ്ലോകങ്ങളിലും. അപ്പൊ ഈ ആസുരീയ ഗുണത്തിലുള്ളവരുടെ ആ പ്രത്യേകത കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. അത് അവര് അടുത്തത് അവര് ആ പ്രത്യേകമായ സ്വഭാവത്തിൽ അവരെ അനുഭവിക്കേണ്ടുന്ന
ദുരിതങ്ങളെ പറ്റിയും ഇതിനകത്ത് ഈ ശ്ലോകങ്ങളിൽ പറയുകയാണ്. അത് 16ാമത്തെ ശ്ലോകം നോക്കാം. അനേക ചിത്ത വിഭ്രാന്ത മോഹജാല സമാവൃതാഃ പ്രസക്ത കാമഭോഗേഷു പതന്തി നരകേഷു ച. അതിന്റെ വാക്കുകൾ നോക്കാം. അനേക ചിത്ത വിഭ്രാന്ത, അനേക ചിത്തവിഭ്രാന്ത, അനേക വിഭ്രാന്തമായ വഴിതെറ്റിയ, അതായത് ഒരു പൂർണ്ണതയില്ലാത്ത, തൃപ്തിയില്ലാത്ത ചിന്തകൾ ഉള്ള, മനസ്സിൽ വഴിതെറ്റിയ അനേകം ചിന്തകളോട് കൂടിയ, അപ്പൊ അങ്ങനെ ചിന്തകൾ ഉള്ളവരെ തന്നെ മോഹജാല സമാവൃത, അവര് മോഹമാകുന്ന വലയിൽ ആവൃതമായി പോവുകയാണ്. പ്രസക്ത കാമഭോഗേഷു, അപ്പൊ കാമഭോഗങ്ങളിൽ ആസക്തരായിട്ട് ഇന്ദ്രിയ വിഷയങ്ങളിലൂടെ സംതൃപ്തി കണ്ടെത്തുക. പതന്തി നരകെ അശുചൈ, അപ്പൊ അവര് പതിക്കുകയാണ് നരക എന്ന അശുദ്ധമായ ശുദ്ധിയില്ലാത്ത ആ നരകത്തിലേക്ക് അവർ പതിക്കപ്പെടുകയാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പൊ പല വിധത്തിലുള്ള മോഹ വലയങ്ങളിൽപ്പെട്ട് ഇന്ദ്രിയ സുഖങ്ങളിൽ ആസക്തരായി ജീവിക്കുന്ന ഇത്തരക്കാർ നരകത്തിലേക്ക് പതിക്കപ്പെടുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ആസുരീ ഗുണത്തിൽ ഉള്ളവരെ പറ്റി നമുക്ക് അറിയാം. അവർക്ക് വിഭ്രാന്തമായ മനസ്സാണ്. അതായത് ഒരിക്കലും ഒരു കാര്യത്തിലും ഒരു പൂർണ്ണത ഇല്ലാത്ത ഒരു അസ്വസ്ഥമായ മനസ്സിന്റെ ഉടമകളായിരിക്കും അവരെ പ്രവൃത്തി എന്താണെന്ന് അവർക്ക് തന്നെ അറിയില്ല. കാരണം അവരൊരു അലക്ഷ്യമായ പ്രവൃത്തിയായിരിക്കും. ഇന്ദ്രിയ സുഖങ്ങളാണ് അവരുടെ ഏറ്റവും മുഖ്യമായ ഇന്ദ്രിയ വിഷയങ്ങളുടെ ആഗ്രഹപൂർത്തിയാണ് അവരുടെ ഏറ്റവും മുഖ്യമായ ലക്ഷ്യം തന്നെ. പക്ഷെ അവർക്ക് അതിൽ സംതൃപ്തി കണ്ടെത്താനും അവർക്ക് കഴിയുന്നില്ല. അവരുടെ മനസ്സ് എപ്പോഴും ഈ ആഗ്രഹത്തിന്, ഈ മോഹജാലത്തിന്റെ പിറകെ, എപ്പോഴും സുഖത്തിന്റെ പിറകെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അവരുടെ ആ സൗകര്യങ്ങൾ, അവർക്ക് കിട്ടിയ ആ സൗകര്യങ്ങളൊക്കെയും അവരുടെ സ്വന്തം കഴിവിനാൽ, അല്ലെങ്കിൽ ഒരു ശക്തിയാലാണ്, അല്ലെങ്കിൽ അവര് സ്വന്തം ഉണ്ടാക്കിയതാണ് എന്നാണ് അവരുടെ എപ്പോഴും ചിന്ത ഉണ്ടാവുന്നത്. അവർക്ക് ഒരിക്കലും ഭഗവാനെ ഓർത്ത് ഒരു പ്രവൃത്തിയും അതിൽ ചെയ്യുന്നില്ല. അവരുടെ പ്രവൃത്തികളിലെല്ലാം അവരുടെ സ്വന്തം കഴിവുകൊണ്ട് നേടിയെടുത്ത ഈ കാര്യങ്ങളാണ് എന്ന ചിന്താഗതി മാത്രമേ അവർക്ക് എപ്പോഴും ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഈ അശുദ്ധമായ, അതുകൊണ്ട് തന്നെ അവർ അശുദ്ധമായ നരകത്തിൽ, ശുദ്ധിയില്ലാത്ത നരകത്തിൽ എത്തിച്ചേരുന്നു എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഇപ്പൊ ഈ ആസുരിക ചിന്താഗതി ഉള്ളവർ നമ്മൾ ഈ ഭഗവത്ഗീത പോലുള്ള ഈ പുസ്തകങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ അവർ കേൾക്കുക, പഠിക്കുക, ഒന്നും ചെയ്യാൻ മുതിരില്ല. പക്ഷെ ഇത് വായിക്കുന്നത് ദൈവിക ഗുണങ്ങളുള്ളവർ തന്നെയാണ്. അപ്പൊ ഈ ദൈവിക ഗുണങ്ങൾ ഉള്ളവർക്ക് വേണ്ടി തന്നെയാണ് ഭഗവാൻ ഇത് ഇവിടെ നമ്മോട് പറഞ്ഞു തരുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ആസുരിക ഗണത്തിലേക്ക് നമ്മുടെ മനസ്സൊരിക്കലും അങ്ങോട്ടേക്ക് ചലിച്ച് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സൂചനയാണിത്. കാരണം ഈ ആസുരിക ഗുണത്തിൽ ഉള്ളവർ ഇങ്ങനെ അങ്ങ് പെരുമാറുക, അതുകൊണ്ട് നമ്മൾ ആ ഗണത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ നരകത്തിലേക്ക് പതിക്കപ്പെടും എന്നുള്ള ദൈവിക ഗുണത്തിലുള്ളവരെ അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഭഗവാൻ ഇവിടെ ഈ ശ്ലോകത്തിൽ ഇങ്ങനെ വിവരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് അറിയാം, നമ്മൾ ധ്യാനവും സാധനവും ഒക്കെ ചെയ്ത് നമ്മൾ ദൈവിക ഗുണങ്ങൾ വളർത്തിയെടുക്കുകയാണ് ചെയ്തത്. അപ്പൊ നമ്മളൊരു അതിന് ഉദാഹരണമായി പറയുന്ന ഒരു പൂന്തോട്ടം അല്ലെങ്കിൽ ഒരു കൃഷിയിടം. അപ്പൊ കൃഷിയിടത്തിന് നമ്മൾ കുറെ വളവും വെള്ളവും ഒക്കെ കൊടുത്ത് പരിപാലിച്ച് അതിനെ വളർത്തിയെടുക്കുന്നു. പക്ഷെങ്കിൽ വളരെ കഷ്ടപ്പെട്ടാൽ തന്നെ ആ കൃഷിയിടം വളരെ നല്ല നിലയിൽ നമ്മൾ തൃപ്തികരമായ രീതിയിൽ വളരണമെങ്കിൽ നമ്മൾ വളരെയധികം കഷ്ടപ്പെടേണ്ടതായുണ്ട്. എന്നാൽ അതിന്റെ കൂടെ കൂടെ ഉണ്ടാകുന്ന കളകൾക്ക് വളവും വേണ്ട, വെള്ളവും വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ ആ കളകള് അതിനെയും ഈ വിളകളെ തന്നെ നശിപ്പിച്ച് കളയും. ഈ കളകളാണ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന ഈ കളകൾ തന്നെയാണ് ഈ ആസുരീയ ചിന്തകൾ. അപ്പൊ ആ ചിന്തകൾ ഉണ്ടാവുമ്പോൾ തന്നെ അത് എടുത്ത് മാറ്റിയില്ലെങ്കിൽ നമ്മളെ ഈ സ്വഭാവത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പുണ്യത്തിൽ തന്നെ അത് നശിപ്പിച്ച് ഇല്ലാതാക്കി കളയും. അപ്പൊ അതൊരു സൂചനയായിട്ട് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ ഇത്തരം ഈ ആസുര ചിന്തകൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് പലപ്പോഴും കടന്നു വരും. അത് നമ്മളതിനെ അടിമപ്പെടേണ്ടതായും അവസരങ്ങൾ ഉണ്ടാകും. അപ്പൊ അത് മനസ്സിലാക്കി അതിൽ നിന്ന് മുക്തി നമ്മൾ തന്നെ സ്വയം നേടിയെടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഭഗവാൻ ഇവിടെ ഈ ശ്ലോകത്തിൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ അടുത്ത ശ്ലോകത്തിലേക്ക് നോക്കാം. ആത്മസംഭാവിതാസ്തബ്ധോ ധനമാനമദാന്വിതാഃ
യജന്തേ നാമ യജ്ഞൈസ്തേ ദദംബേനാവിധി പൂർവകം. ആത്മസംഭാവിത, സ്വയം സംപ്രീതരായ, അപ്പൊ ആത്മാഭിമാനം. സ്തബ്ധ, ധിക്കാരിയാവുക. അപ്പൊ ആത്മസംഭാവിത സ്തബ്ധ, ആത്മാഭിമാനം കൊണ്ട്, അതായത് വിദ്യ അഭിമാനം കൊണ്ട് ധിക്കാരികളാവുക. ധനമാന മതാന്വിത, ധനം, സമ്പത്ത്, മാനം, അഭിമാനം, അതായത് ദുരഭിമാനം, അഭിമാനം, മതം, അഹങ്കാരം, മതാന്വിത, അന്വിത, നിറഞ്ഞു നിൽക്കുക. ഈ മൂന്ന് കാര്യങ്ങളും ധനമാന മതാന്വിത. ധനമാന്യ മതാന്വിത, നമ്മുടെ സമ്പത്തും കൊണ്ട് നമ്മൾ സമ്പത്ത് കൊണ്ടും മിഥ്യാഹങ്കാരം കൊണ്ട് നമ്മൾ അഹങ്കാരികളാകുക. യജന്തേ, യാഗം അനുഷ്ഠിക്കുക. നാമ, പേരിന്. യജ്ഞൈ സഞ്ചയസ്തേ, അതായത് യാഗങ്ങൾ അവർ അനുഷ്ഠിക്കുകയാണ്. അപ്പൊ പേരിന് വേണ്ടി യാഗങ്ങൾ അനുഷ്ഠിക്കുകയാണ്. യജന്തേ നാമ യജ്ഞസ്തേ, പേരിന് മാത്രം വേണ്ടി, അതായത് അവരുടെ ആ പ്രശസ്തിക്ക് വേണ്ടിയാണ് യാഗങ്ങൾ അനുഷ്ഠിക്കുന്നത്. ഡംബേന, അഹങ്കാരം കൊണ്ട്. ആവിധി പൂർവകം, വിധി പ്രകാരമല്ലാത്തത്, അതായത് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ വിധമല്ലാതെ. ഡംബേന ആവിധി പൂർവകം, വിധി പ്രകാരമല്ലാതെ നമ്മൾ അഹങ്കാരം കൊണ്ട് യാഗങ്ങളെ അനുഷ്ഠിക്കുക. അതായത് യാഗത്തിന്റെ യാതൊരു വിധിപ്രകാരമുള്ള ഒരു കർമ്മങ്ങളും ചെയ്യാതെ യാഗം അനുഷ്ഠിക്കുക. ഈ ദുരഭിമാനികളും തങ്ങളുടെ സമ്പത്തിൽ സ്വയം അഹങ്കാരികളുമായ ഇത്തരം ആളുകൾ ദൈവിക വിധികൾ അനുസരിക്കാതെ തങ്ങളുടെ ആഡംബരം അറിയിക്കുന്നതിന് യാഗങ്ങൾ അനുഷ്ഠിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ യാഗങ്ങൾ അനുഷ്ഠിക്കാൻ ആണെങ്കിൽ തന്നെ അതിൻ്റെതായ കുറെ അറിവുകൾ വേണം. മനസ്സിൽ യാഗങ്ങളോട് അർപ്പണബോധം ഉണ്ടാവണം. അല്ലാണ്ട് ഇതേപോലെ യാഗങ്ങൾ അനുഷ്ഠിച്ചാൽ അതിന് അവർക്ക് കിട്ടുന്ന ആ യാഗത്തിന്റെ പുണ്യത്തിന് നേരെ വിപരീത ഫലം ആണ് ഉണ്ടാവുക എന്നാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. അതുകൊണ്ട് ഈ യാഗം വെറും പേരിന് പ്രശസ്തിക്കും വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ അനുഷ്ഠിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഹിന്ദുമത ഗ്രന്ഥങ്ങളിൽ പറയുന്നത്, നമ്മുടെ ഗൃഹസ്ഥാശ്രമികർ പഞ്ചയജ്ഞങ്ങൾ അനുഷ്ഠിക്കണം എന്നാണ് പറയുന്നത്. പഞ്ചയജ്ഞങ്ങൾ ഒന്നെങ്കിലും കൃത്യമായി അനുഷ്ഠിക്കണം എന്നാണ് പറയുന്നത്. പഞ്ചയജ്ഞ, അത് ഋഗ്വേദത്തിൽ പറയുന്നതാണ്. അത് പഞ്ചയജ്ഞങ്ങൾ ആദ്യത്തെ യജ്ഞം തന്നെ ബ്രഹ്മയജ്ഞമാണ്. അത് ബ്രഹ്മയജ്ഞം കഴിയുന്നത് ശരീരത്തിന് ബലം ഉണ്ടാവാനും ദീർഘായുസ് ഉണ്ടാവാനും ധനപോഷണാദികൾ വർദ്ധിക്കുവാൻ വേണ്ടിയാണ് ഈ ബ്രഹ്മയജ്ഞം ചെയ്യുന്നത്. അപ്പൊ ബ്രഹ്മയജ്ഞത്തെ പറ്റി യജുർവേദത്തിൽ വളരെ വ്യക്തമായി അതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. രണ്ടാമത്തത് ദേവയജ്ഞമാണ്. ദേവയജ്ഞം, പിതൃയജ്ഞം, ബലി, വൈശ്യ ദേവയജ്ഞം, ഈ മൂന്ന് യജ്ഞങ്ങളും അഥർവവേദത്തിന്റെ ഭാഗങ്ങളാണ്. ഈ ദേവയജ്ഞം ദേവന്മാർക്ക് വേണ്ടിയുള്ള യജ്ഞമാണ്. പിതൃയജ്ഞം, പിതൃതർപ്പണങ്ങള്. അതിനുശേഷം എല്ലാവരും നമ്മൾ പിതൃകളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാവരും വ്യക്തമായി നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കർമ്മം കൂടിയാണ് പിതൃയജ്ഞം. ബലി, വൈശ്യ ദേവയജ്ഞം എന്ന് പറഞ്ഞാൽ വേദത്തിന്റെ മാതാവിനെ ആദരിക്കലാണ് ബലി, വൈശ്യ ദേവയജ്ഞം. പിന്നെ അഞ്ചാമത്തേതാണ് അഗ്നിഹോത്രം. അഗ്നിഹോത്രം നമ്മുടെ ഹിംസകരായ, അതായത് ഗുരുതരമായ രോഗങ്ങളിൽ ഉഴലാതിരിക്കാനും വലിയ പാപങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അഗ്നിഹോത്രം ചെയ്യുന്നത്. അതും ഋഗ്വേദത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അത് ഋഗ്വേദത്തിന്റെ ഭാഗങ്ങളായിട്ട് വരുന്നതാണ് ഈ അഗ്നിഹോത്രത്തിന്റെ ചടങ്ങുകൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു യജ്ഞം ചെയ്യുക എന്ന് പറഞ്ഞാൽ യജ്ഞത്തിന് നേരെ വിപരീത ഫലമാണ് ഉണ്ടാവുക. അപ്പോൾ ഇത്തരക്കാർ ചെയ്യുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ ഉള്ള യജ്ഞത്തിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് അതിന്റെ ആ പുണ്യങ്ങൾ കിട്ടുന്നില്ല, അവർക്ക് അതിന് വിപരീത ഗുണങ്ങളാണ് കിട്ടുന്നത്. അടുത്ത 18ാമത്തെ ശ്ലോകം നോക്കാം. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഃ മാമാത്മ പരദേഹേഷു പ്രത്യുഷന്തോഭ്യസൂയകാഃ. അഹങ്കാരം, ഞാനെന്ന ഭാവം. ബലം, നമ്മുടെ ശക്തി. ദർപ്പം, ഞാനെന്ന ഭാവം തന്നെ, അഹങ്കാരം തന്നെയാണ് അത്. അഹങ്കാരം, ബലം, ദർപ്പം. കാമം, ഇന്ദ്രിയ വിഷയങ്ങളുള്ള മോഹം. ക്രോധം, കോപം. സംശ്രിതാഹ, അത് മൂന്നും കൂടി ഒന്ന് ചേരുക. മാമാത്മ പരദേഹേഷു,
തന്റെയും അപരന്റെയും മറ്റുള്ളവരുടെയും ദേഹികളെ ബാധിക്കുന്നത്. അഭ്യസൂയക, നിന്ദിക്കുന്നവരായി, അസൂയപ്പെടുന്നവരായി, പ്രതിഷന്ത, ദ്വേഷിക്കുക. ആസുരീയ ഗുണങ്ങൾ ഉള്ളവർ തന്റെ മിഥ്യാഹങ്കാരം, ബലം, ഗർവം, കാമം, ക്രോധം എന്നിവയുടെ ആധിക്യത്തിൽ തങ്ങളുടെ തന്നെയും അന്യരുടെയും ശരീരത്തിൽ കുടികൊള്ളുന്ന ആ ആത്മചൈതന്യത്തെ ശരിയായ ധർമ്മം ചെയ്യാതെ അധിക്ഷേപിക്കുകയാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ ഇത്തരം ഗുണങ്ങൾ ഉള്ളവരെ, ഏറ്റവും പ്രാധാന്യം ഉള്ളവരെ കാണുന്നത് അവരുടെ ആ ചിന്താഗതിയാണ്. അവരെ സ്വന്തം സമ്പത്തിൽ കൊണ്ട് ആ അസൂയ, സ്വന്തം സമ്പത്ത് കൊണ്ട് അഹങ്കാരികളായിട്ട് മറ്റുള്ളവരുടെ സമ്പത്ത് വളരുന്ന കണ്ട് അസൂയപ്പെടുക, അവരോട് ക്രോധിക്കുക, അവരോട് വിരോധം വെക്കുക, അവരെ കിട്ടുന്ന അവസരങ്ങളിൽ അവരെ ദ്രോഹിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് ചെയ്യുന്നത് അവർ സ്വന്തം ശരീരത്തിനുള്ളിലുള്ള ആത്മ ചൈതന്യത്തെയും അതുപോലെ തന്നെ ആ അന്യന്റെ ഉള്ളിൽ നിൽക്കുന്ന ആ ചൈതന്യത്തെയും അവർ അധിക്ഷേപിക്കുന്ന തുല്യതാണ്. അപ്പൊ നമ്മുടെ ഈ പുരാണങ്ങളിലൊന്നും പോകാതെ തന്നെ ഇതിന്റെ ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിന് പലരെയും നമ്മൾ കണ്ടിട്ടുണ്ടാവും. വലിയ വലിയ പണം അല്ലെങ്കിൽ അധികാര സ്ഥാനത്തിരിക്കുന്നവർ തങ്ങൾ ആശ്രിതരെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ വളരെ ദ്രോഹിക്കുന്നതും, അതുപോലെ തന്നെ അവസാന ഘട്ടത്തിൽ അവർ ഈ ദ്രോഹിച്ചവരെയും അല്ലെങ്കിൽ അവരുടെ ആശ്രിതരോട് നിൽക്കുന്നവർക്ക് അവസാനം അവർക്കുള്ള ഒരു ആശ്രയം കിട്ടുക, ഇവരെല്ലാം നശിച്ച് അവസാനം അവർക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ ഇവർ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അങ്ങനത്തെ പലരുടെയും നമ്മുടെ അനുഭവത്തിൽ പലരുടെയും ജീവിതം നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഇതുപോലെ നമ്മുടെ ഒരു ഉത്തമ ഭക്തന്, ഭഗവാന്റെ ഒരു ഉത്തമ ഭക്തന് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥാന്തരം ഇല്ലാതിരിക്കാൻ ഭഗവാൻ ഒരു മുന്നറിയിപ്പായാണ് നമുക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ ഭഗവാൻ നമുക്ക് തരുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി, നമ്മൾ ഈ അറിവ് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. അത് അത്രയും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹരിയോം. ഹരിയോം എന്നാ. ഹരിയോം സരോജിനിയക്ക. ഹരിയോം. നമ്മുടെ ഈ 16-ാം അധ്യായത്തില് നമ്മള് ദൈവിക സമ്പത്ത് ഉള്ളവരുടെ സദ്ഗുണങ്ങളെ പറ്റിയും ആസുരിക സ്വഭാവമുള്ളവരുടെ ദോഷഗുണങ്ങളെ പറ്റിയുമാണ് ഭഗവാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇത് ഓരോന്നും വിസ്തരിച്ച് വിവരിച്ചു കൊടുക്കുകയാണ് അർജുനന്. അപ്പോൾ സദ്ഗുണങ്ങള് ദൈവിക സ്വഭാവമുള്ളവർക്ക്, ദൈവിക സമ്പത്ത് ഉള്ളവർക്കാണ് ദൈവിക സ്വഭാവങ്ങൾ ഉണ്ടാകുക. ദൈവിക സ്വഭാവങ്ങളാണ് സദ്ഗുണങ്ങൾ. അതേസമയം ആസുരിക സ്വഭാവങ്ങളാവട്ടെ, അത് ആസുരികം എന്ന് പറഞ്ഞാൽ തന്നെ അത് ദോഷം കൂടുതലായിട്ടുള്ള ഗുണങ്ങളാണ്. അപ്പൊ ഇത്രയും ഗുണങ്ങളെല്ലാം ഭഗവാൻ ഇങ്ങനെ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ഭഗവാൻ പറയുന്നു, ഈ ആസുരിക ഗുണങ്ങളുള്ളവർക്ക് ദൈവമുണ്ട് എന്നുള്ളൊരു ചിന്ത പോലും ഇല്ല. അവര് എന്താണ് പറയുന്നത്? നമ്മള് 8-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, എന്താണ്? അസത്യം അപ്രതിഷ്ഠം തേ ജഗദാഹുരൻ ഈശ്വരം അപരസ്പര സംഭൂതം ഹിമന്യത് കാമഹൈതുകം. അതായത് ഒരു ഭൂമിയിൽ, അതായത് ഈ ജഗത്തില് ഒരു ഭഗവാന്റെ ഒരു ചൈതന്യം ഉള്ളത് കൊണ്ടൊന്നുമല്ല ഈ ജഗത്ത് ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. ഇങ്ങനെ നിലനിന്ന് പോകുന്നത് കാമമാണ് അതിന്റെ പ്രധാന ബേസ് എന്നാണ് ആസുരിക സ്വഭാവമുള്ളവര്. കാമം കൊണ്ടുള്ള സംയോഗം, ആ സംയോഗത്താലാണ് വീണ്ടും ഇങ്ങനെ പരമ്പരകൾ ആവർത്തിച്ചു പോകുന്നത്. അല്ലാതെ ഇവിടെ അങ്ങനെ ദൈവിക ചൈതന്യം ഒന്നുമില്ല എന്നാണ് ഈ ആസുരിക സ്വഭാവമുള്ളവര് പറയുന്നത്. ധാരാളം ആസുരിക സ്വഭാവങ്ങളെ പറ്റി നമ്മൾ 16-ാമത്തെ ശ്ലോകം വരെ 18-ാമത്തെ ശ്ലോകം വരെ നമ്മൾ പഠിച്ചു. ഈ ധാരാളം ആസുരിക സ്വഭാവങ്ങൾ, പല തരത്തിലുള്ള ഞാൻ എന്ന ഭാവം, അതുപോലെ ദംഭം, ലോഭം, കാമം, ക്രോധം, ഇതെല്ലാമാണ് ആസുരിക സ്വഭാവമുള്ളവരുടെ ഗുണങ്ങളായിട്ട്, ദോഷഗുണങ്ങളായിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കിപ്പോ നമ്മളിൽ തന്നെ
ഈ പറഞ്ഞു കേട്ടതില് നമ്മളുടെ ഉള്ളിലും ഉണ്ടാകും കുറച്ച് ആഗ്രഹങ്ങള്, കാമസംബന്ധമായിട്ടുള്ള കുറച്ച് നമ്മുടെ ഉള്ളിലും ഉണ്ടാകും. അതുപോലെ തന്നെ ക്രോധം, നമുക്കും എപ്പോഴെങ്കിലുമൊക്കെ ക്രോധം വന്നിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ലോഭം എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹമാണ്. അതും ചിലപ്പോഴൊക്കെ നമുക്കും ഉണ്ടായിട്ടുണ്ടാവാം, നമ്മുടെ ഉള്ളിലും ഉണ്ടാകും. അത് നേരത്തെ ഒരു അധ്യായത്തില് ഭഗവാൻ പറഞ്ഞത് ത്രൈഗുണ്യങ്ങളെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഗുണങ്ങള് എല്ലാം സാത്വിക സ്വഭാവവും സാത്വിക ഗുണങ്ങളും അതുപോലെ രജോ ഗുണവും തമോ ഗുണവും എല്ലാം എല്ലാ മനുഷ്യരിലും ഉണ്ട്. അതിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചിട്ടാണ് ഇത് നമ്മൾ സാത്വിക ഗുണമുള്ളവരും രജോ ഗുണമുള്ളവരും തമോ ഗുണമുള്ളവരും ഒക്കെ ആയി മാറുന്നത്. അതിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചിട്ടാണ്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് എങ്ങനെ ആഗ്രഹങ്ങളെ കുറയ്ക്കാൻ പറ്റും? ഇവിടെ കാമത്തെ പറ്റി ഭഗവാൻ പറയുന്നുണ്ട്. കാമത്തെ നമ്മൾ എന്ത് ചെയ്യണം? കാമത്തെ നമ്മൾ പ്രേമമാക്കി മാറ്റണം. കാമം എന്നുള്ള ആ ഒരു സ്വഭാവത്തെ നമ്മളത് പ്രേമമാക്കി മാറ്റണം. കാമം എന്ന് പറഞ്ഞാൽ എന്താണ്? കാമം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് വേണ്ടതെല്ലാം സാധിക്കണം, അതാണ് കാമം. അതേസമയം പ്രേമം എന്താണ്? പ്രേമം എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുക. കാമത്തില് എനിക്ക് വേണ്ടി എൻ്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഞാൻ എല്ലാം ചെയ്യുന്നു. പ്രേമമാണെങ്കിലോ ഞാൻ സ്നേഹിക്കുന്നവരുടെ അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിയുടെ ഒക്കെ ആഗ്രഹത്തിനനുസരിച്ച് ഞാൻ എൻ്റെ സ്വഭാവം മാറ്റിക്കൊടുക്കുക, അവർക്ക് വേണ്ടത് ഞാൻ ചെയ്തു കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ അങ്ങനെ ചീത്തയായ വികാരങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് എങ്ങനെ നന്നാക്കിയെടുക്കാം, അതും കൂടി നമ്മൾ ചിന്തിക്കണം ഈ ഭഗവത്ഗീത പഠിക്കുമ്പോൾ. ഭഗവത്ഗീതയിൽ ഭഗവാൻ എന്തിനാണ് ഈ നല്ല കാര്യങ്ങളെ പറ്റിയും ചീത്ത കാര്യങ്ങളെ പറ്റിയും പറയുന്നത്? നമ്മളിലുള്ള വിചാരങ്ങളെ നമ്മൾ മാറ്റിയിട്ട് നല്ല വിചാരങ്ങളാക്കിയെടുക്കണം എന്ന് നമുക്കൊരു ബോധമുണ്ടാകണം. അതിനുവേണ്ടിയാണ് ഈ നല്ല വിചാരങ്ങൾ എന്തൊക്കെയാണ്, ദോഷഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഭഗവാൻ പറയുന്നത്. ഇവിടെ ഇപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലുള്ള കാമത്തെ പ്രേമമാക്കി മാറ്റണം. കാമം നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ഇഷ്ടം മാത്രം സാധിക്കുക, അതാണ് കാമം. പ്രേമമാണെങ്കിലോ നമ്മൾ സ്നേഹിക്കുന്നവരുടെ, നമ്മുടെ പങ്കാളിയുടെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ, നമ്മുടേതായിട്ടുള്ള നമ്മൾ സ്നേഹിക്കുന്നവരുടെ എല്ലാം ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുക, അതാണ് പ്രേമം. അടുത്തതുള്ളത് ക്രോധമാണ്. നമുക്കും ക്രോധമൊക്കെ ഉണ്ടാകാം. എന്തുകൊണ്ടാണ് ക്രോധം ഉണ്ടാകുന്നത്? എൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങൾ സാധിച്ചില്ലെങ്കിൽ എനിക്ക് ക്രോധം ഉണ്ടാകും. ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, അത് സാധിക്കുന്നില്ലെങ്കിൽ എനിക്ക് ക്രോധം ഉണ്ടാകും. അവിടെയാണ് ക്രോധം വരുന്നത്. അപ്പൊ അത് ചിന്താഗതിയുള്ളവരുടെ ഇതായിട്ട് ആണ് ഭഗവാൻ പറയുന്നത്. അത് ദുഷിച്ച ചിന്താഗതിയായിട്ടാണ് ഭഗവാൻ പറയുന്നത്. ആ ക്രോധത്തെ നമ്മൾ എങ്ങനെ മാറ്റിയെടുക്കാം? ഈ ക്രോധം എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹം മാത്രം സാധിക്കുക എന്നുള്ളത് വരുമ്പോഴാണ് ക്രോധം ഉണ്ടാകുന്നത്. അതേസമയം നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെയും കൂടി ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ എന്തുണ്ടാകും? തീർച്ചയായും നമുക്ക് ആ ക്രോധം ഒഴിവാകും, നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ക്രോധം മാറിക്കിട്ടും. അതാണ് കാമവും ക്രോധവും രണ്ടും നമുക്ക് മാറ്റിയെടുക്കാനുള്ള മാർഗം. അടുത്തത് ലോഭമാണ്. ലോഭം എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹമാണ്. എന്തുകൊണ്ടാണ് ലോഭം ഉണ്ടാകുന്നത്? നമ്മുടെ സ്വാർത്ഥത കൊണ്ടാണ് നമുക്ക് ലോഭം ഉണ്ടാകുന്നത്. എനിക്കതെല്ലാം വേണം, എനിക്ക് ഇത്രയും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഗംഗാധ പറഞ്ഞപ്പോ വ്യാഖ്യാനിച്ചപ്പോ തന്നെ പറഞ്ഞല്ലോ, എനിക്ക് ഇത്രയും സ്വത്തുകളെല്ലാം ഉണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം നേടും. അങ്ങനെ ഒരു ചിന്താഗതി നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഒരു ചിന്താഗതിയാണ് ഈ ലോഭം എന്ന് പറയുന്നത്. ആ ലോഭത്തിനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം? ലോഭം എൻ്റെ മാത്രം സ്വാർത്ഥതയാണ്. നമ്മൾ സ്നേഹിക്കുന്നവരുടെ, നമ്മൾ ഈ മറ്റുള്ളവരുടെ, എല്ലായിടത്തും ഈശ്വരനുണ്ട്, എല്ലാം ദൈവികമാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഈശ്വരൻ തന്നെയാണ് മറ്റുള്ളവരുടെ ഉള്ളിലുള്ള ആ ഈശ്വരനും. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന പോലെ നമ്മൾ അവരെയും സ്നേഹിക്കുക. പരസ്പര സഹകരണം, അത് നമ്മുടെ ക്രോധത്തിലും ലോഭത്തിലും ഈ പരസ്പര സഹകരണം കൊണ്ട് തീർച്ചയായും ക്രോധവും ലോഭവും എല്ലാം
കുറച്ച് ആക്കാൻ നമുക്ക് സാധിക്കും. ഈ ഒരു ചിന്താഗതി, ഈ നല്ല ഗുണങ്ങളെയും ദോഷഗുണങ്ങളെയും ഭഗവാൻ വിവരിച്ചു തരുമ്പോൾ നമുക്കതിൽ നിന്ന് എന്ത് പഠിക്കാം? നമ്മളെങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധ ലോഭ മോഹാദികളെ നമുക്ക് എങ്ങനെ കുറച്ചു കൊണ്ടുവരാം എന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഈ ഭഗവത്ഗീത പഠിക്കുമ്പോൾ നമ്മൾ ആ രീതിയിൽ നമുക്കിത് എങ്ങനെ പ്രയോജനപ്പെടും എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവത്ഗീത നമ്മുടെ ജീവനോപാധിയായി, നമ്മുടെ ജീവന്റെ ഒരംശമായിട്ട് തന്നെ ഭഗവത്ഗീത നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഭഗവത്ഗീതയിലുള്ള തത്വോപദേശങ്ങളെ ഈ രീതിയിൽ നമുക്ക് വ്യാഖ്യാനിച്ച് കൊണ്ടുവരാൻ സാധിക്കും. നമുക്ക് എന്തൊക്കെ ദുർഗുണങ്ങൾ നമുക്ക് അതിനകത്ത് കാണുന്നുണ്ടോ, ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഈ ദുർഗുണങ്ങളിൽ ഏതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടോ നമ്മുടെ ഉള്ളിലുള്ള ആ ദുർഗുണങ്ങളെ നമ്മൾ കുറച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് ഈ 16-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഹരി ഓം. ഹരി ഓം അക്ക. ഹരി ഓം. ഇന്നത്തെ നമ്മുടെ ഭഗവത്ഗീത അധ്യയനം വളരെ ഭംഗിയായി അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും ആത്മപരിശോധന നടത്തുന്നതിനും ഇരുത്തി ചിന്തിക്കുന്നതിനുള്ള അവസരങ്ങളാണ് ഭഗവാൻ ഈ ഓരോ ശ്ലോകങ്ങളിലൂടെ നൽകിയിരിക്കുന്നത്. അത് അക്കമാര് വളരെ ഭംഗിയായി നമുക്ക് മനസ്സിലാക്കി തന്നു. ഇന്നിവിടെ എല്ലാവർക്കും നന്ദി പറഞ്ഞോട്ടെ. അതിമനോഹരമായി ധ്യാന ശ്ലോകം ചൊല്ലിയ മൃദുല അക്ക, ചാൻഡിങ് റിവിഷൻ നടത്തിയ പ്രേമലത അക്ക, നിഷ അക്ക, പിന്നെ ഇന്നത്തെ 13 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങൾ വളരെ ഭംഗിയായി ചാൻഡിങ് ഗൈഡൻസ് നൽകിയ ഇന്ദിരാക്ക, ചാൻഡിങ് റെപ്പിറ്റേഷൻ നൽകിയ തിലകമക്ക, ദേവകിയക്ക, ഈ എല്ലാ ശ്ലോകങ്ങളുടെയും അർത്ഥം അതിമനോഹരമായി ലളിതമായി വിവരിച്ചു തന്ന ഗംഗ രാജേന്ദ്രനക്ക, ജയരാജണ്ണൻ, പിന്നെ സരോജിനിയൊക്കെ കൂടി നമുക്ക് കുറെ കൂടെ വിശദമാക്കി തന്നു. എല്ലാവർക്കും SPYSS സമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു. പിന്നെ ഇവിടെ SPYSS സമിതി നടത്തുന്ന എല്ലാ പരിപാടികൾക്കും ബാക്ക് ബോണായും ബാക്കപ്പായും വരാറുള്ള നമ്മുടെ രമാക്കയ്ക്കും സരോജിനിയക്കും പ്രത്യേകം നന്ദി. SPYSSന്റെ സാരഥികളായ ഗോപണ്ണൻ, ജിൽജക്ക, അവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. SPYSSനെ ഭക്തിസാന്ദ്രമാക്കാൻ ഭജനയിലൂടെയും ഭഗവത്ഗീതയിലൂടെയും നമ്മൾ യോഗ ബന്ധുക്കളിലേക്ക് എത്തിക്കുന്ന നമ്മുടെ സിന്ധു പ്രമോദക്കയ്ക്കും പ്രത്യേകം നന്ദി. ഹരിയോമക്ക. SPYSSന്റെ പ്രോഗ്രാമുകളെല്ലാം തന്നെ റെക്കോർഡിംഗ്, എഡിറ്റിംഗ് എല്ലാം ചെയ്ത് സമൂഹ മാധ്യമങ്ങളിലേക്ക് എത്തിക്കുന്ന സുനൈനാക്ക, രുക്മിണിയക്ക, അവർക്കും പ്രത്യേകം നന്ദി. ഹരിയോമക്ക. ഇന്നിവിടെ സന്നിഹിതരായ എല്ലാ യോഗ ബന്ധുക്കൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ആങ്കറിങ്ങിന് എനിക്ക് അവസരം തന്ന സിന്ധു അക്കയോടും SPYSSന്റെ സമിതിയോടും നന്ദി അറിയിക്കുന്നു. ഹരിയോ. അടുത്ത നമുക്ക് ലോക കല്യാണ മന്ത്രം ചൊല്ലാം. നിവർന്നിരിക്കാം. കൈകൾ നമസ്കാര സ്ഥിതി. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാത്, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.